ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായിട്ടുള്ള അവിൽ മിൽക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇങ്ങനൊരു അവിൽ മിൽക്ക് നിങ്ങളൊക്കെ ഇതുവരെ കുടിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇതുണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്പെഷ്യൽ അവിൽ മിൽക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 7 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് തൊലി കളഞ്ഞ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ പഴം നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് സാധാരണ അവിൽ മിൽക്കിലൊക്കെ പഞ്ചസാരയാണ് ചേർക്കാറുള്ളത്. എന്നാൽ ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് കുറച്ച് ശർക്കരയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 2 അച്ച് ശർക്കര ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ പഴവും ശർക്കരയും കൂടി നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് വേണം. അപ്പോൾ ആദ്യം തന്നെ 1 കപ്പ് വറുത്ത അവിലാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ ശർക്കര ചേർത്ത പോലെ വേറൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പശുവിൻ പാലിന് പകരം ഇതിലേക്ക് നല്ല തണുത്ത തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത ഒരു 1.5 കപ്പ് തേങ്ങാപ്പാലാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഇതുപോലെ കുറച്ച് പീനട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ്. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഗ്ലാസ്സിലേക്ക് ആദ്യം തന്നെ പഴം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോ ലെയറായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി പഴത്തിന് മുകളിലായിട്ട് നമ്മൾ കളർഫുൾ ആയിട്ടുള്ള ഈ കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ വറുത്ത അവിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പീനട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് ഒരു അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ അവിൽ മിൽക്കിന്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ അവിൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും താങ്ക്